Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay, good morning all. So, who is going to do prayer? ഞാൻ പാടാം മാം. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Quotes or thought for the day? Thought for the day. A kind word can change the course of someone's day. Thank you. Okay, so നിങ്ങള് വർക്ക്സ് ഒന്നും പെൻഡിങ് ആക്കാതെ സമയമൊക്കെ കണ്ടെത്തി ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ കുറെയൊക്കെ പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ചെയ്യൂ കേട്ടോ. ക്ലാസ്സിൽ വരാൻ പറ്റാത്തവരോടൊക്കെ ഒന്ന് മെസ്സേജ് പാസ് ചെയ്യാം. പെട്ടെന്ന് അങ്ങനെ എക്സാമിന്റെ ഡേറ്റും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു എന്താ പറയാ ആകെ ടെൻഷനായി പോകണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നല്ല അസൈൻമെന്റ് ഡീറ്റെയിൽസ് പറഞ്ഞത് കാരണം നമ്മളത് കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ആരും കിട്ടുന്നില്ലല്ലോ. ഇന്നലെ പാടൊന്നും എടുത്തിട്ടുണ്ടായില്ല നമ്മള്. ആണോ? സഹോദരനുടെ പേര് മാറിയോ? അല്ല, എന്റെ ഫോണിൽ ചാർജ് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നാണ് കേറിക്കുന്നത്. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് നമുക്ക് ഹാറ്റ്സ് ഓഫ്. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞിരുന്നോ? ക്ലാസ് ഒട്ടും എടുത്തില്ലായിരുന്നു? ഫുൾ നമ്മൾ അസൈൻമെന്റ് പറയായിരുന്നു. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് സെക്കൻഡ് പീരിയഡ് വരെ എത്തിയിട്ടുണ്ട് നമ്മള്. ടേബിൾസ് എല്ലാം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ്. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു മറിയ മോണ്ടിസോറി. ചൈൽഡ്ഹുഡ് 0 to 12 years, 12 to 24 years, അഡൾട്ട്ഹുഡ് എന്നുള്ള രീതിയിൽ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 2 സ്റ്റേജിനെ വീണ്ടും 4 പീരീഡ്സ്, ഒരു ഫോർമേറ്റീവ് പ്ലെയിൻസ്. കുട്ടികള് അവരിങ്ങനെ ഫോമായി വരുന്നത് പോലെ. അതായത് നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് തുടങ്ങി ഫൈനൽ സ്റ്റേജ് ആകുന്ന ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അതുപോലെ കുട്ടികളുടെ ആ ഒരു ഫോർമേറ്റീവ് പ്ലെയിൻസ് 4 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ് എന്നാണ് നമ്മളുടെ ഫസ്റ്റും സെക്കൻഡും ചൈൽഡ്ഹുഡിലും, ഫസ്റ്റ് സ്റ്റേജ് ആയ ചൈൽഡ്ഹുഡിലും, തേർഡും ഫോർത്തും സെക്കൻഡ് സ്റ്റേജ് ആയ അഡൾട്ട്ഹുഡിലുമാണ് വരുന്നത്. അതിന്റെ ഏജ് ഡിവിഷൻ ഒക്കെ നമുക്ക് മനസ്സിലായി. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ദോ 12 years പലപ്പോഴും നമ്മൾ ടീനേജിന്റെ ഒരു ഗേറ്റ് വേ എന്നുള്ള രീതിയിൽ തന്നെയാണ് 12 yearsനെ കാണുന്നത്. ഓക്കെ, അഡോളസൻസ് ഒരു 6 to 12 years, ദെൻ അഡൾട്ട്ഹുഡ് അങ്ങനെ വരും. അപ്പം കുട്ടികളെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നവര് അതവരുടെ കെയർ ഗീവേഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ആഫ്റ്റർ 6 years എന്ന് പറയുന്നത്. ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്തോ 6 years അല്ല, ഒരു 3-4 years ഒക്കെ ആവുമ്പോ തന്നെയും സെയിം ഏജ് ഗ്രൂപ്പിനോട് ഒരു ഭയങ്കര ഒരു
എന്താ പറയാ ക്ലോസ്നെസ് വരും. പിന്നെ ഒരു അഡോളസൻസ് ഒക്കെ ആവുമ്പോഴേക്കും ഓപ്പോസിറ്റ് സെക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ഓർഡറിൽ ആ ഒരു പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് പോകുന്നു. അപ്പൊ ആ ഒരു ടൈമില് കുട്ടി അഡൾട്ട് ആകുന്നവരെ, അഡൾട്ട് ആകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു പ്രോസസ് നടക്കുന്നത് വരെ കെയർ ഗീവേഴ്സ് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവരുടെ ഒരു സപ്പോർട്ട്, കുട്ടിക്ക് എന്തെങ്കിലും ഓപ്പൺ അപ്പ് ചെയ്യണമെങ്കിൽ അതുപോലെ ആയിരിക്കണം ഇവരുടെ സപ്പോർട്ട് വരുന്നത്. അങ്ങനെ മാക്സിമം ഇവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം കാര്യങ്ങൾക്ക് വരുന്നു. പിന്നെ നമ്മള് തുടങ്ങി ഓരോ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞായിരുന്നു അല്ലേ? ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും കഴിഞ്ഞു. സെക്കൻഡ് അത് പീരീഡ് കഴിഞ്ഞിട്ടുള്ളത് പറയാന്ന് മിസ് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുവന്നു. ഈ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 6 to 12 ഇയേഴ്സ് ആ ഒരു ഫിസിക്കൽ ചേഞ്ചസ്, മെന്റൽ ചേഞ്ചസ്, ഈ ശരീരത്തിന്റെ വ്യത്യാസം വളരെ കൂടുതൽ പെട്ടെന്നൊരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോഴാണ്. ശബ്ദം മാറുന്നു ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ വോയിസ് കുറച്ചുകൂടി സ്വീറ്റ് ആകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോ ആൺകുട്ടികൾക്ക് അതല്ലാതെ തന്നെ ബോഡിയിൽ പല മാറ്റങ്ങൾ വരുന്നു. ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് ഇവർ പോകും. അപ്പൊ നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മളെ കെയർ ഗീവേഴ്സ്, പാരന്റ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് അറിയില്ല എന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോങ് മെസ്സേജുകൾ ഇവരുടെ അടുത്ത് എത്തില്ല. അവർക്കൊരു ക്ലാരിറ്റി കിട്ടണം എന്താണ് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉള്ളത്. ഓക്കെ. പിന്നെ ഭയങ്കര വൈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കും അല്ലെ? ക്യൂരിയസ് മൈൻഡ്സ് ആയിരിക്കും എപ്പോഴും. വൈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ്, അതെന്താ അങ്ങനെ, ഇങ്ങനെ ആവാത്ത എന്താ, അങ്ങനെയുള്ള രീതിയിലുള്ള വൈ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കും. അപ്പൊ അവരെ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ, അവരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ ഇൻഡിപെൻഡൻസ് അവർക്ക് തന്നെ ചെയ്യണം. വേറൊരാൾ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും ഇഷ്ടം തന്നെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ് സംഭവിക്കുന്നു. അവർ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കാരണം അവർ ഫാമിലിയുടെ ഔട്ട്സൈഡിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏജ് ആണ്, ആ ഒരു ടൈമാണ്. സോ സോഷ്യലൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മോറൽ വാല്യൂസ്. നമുക്കറിയാൻ ചില കുട്ടികൾ മീൻസ് അവരൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആയി കഴിയുമ്പോൾ, ഫ്രണ്ടിന് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, ഫ്രണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ കുഴപ്പം സംഭവിക്കുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ, ചെങ്ങാതി നന്നായി കണ്ണാടി വെട്ടാന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു കറക്റ്റ് ചെയ്യാൻ, അങ്ങനെ അപ്പൊ ആ ഒരു മോറൽ സെൻസ്. അപ്പൊ ഒരു ഫ്രണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പം ആ ഒരു തമ്മിലുള്ള ബോണ്ടിങ് എല്ലാം കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കൂടും. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ കൂട്ടുകെട്ടിലല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ എല്ലാം ഡെവലപ്മെന്റിന് നെഗറ്റീവ് ഇമ്പാക്ട് സംഭവിക്കുകയും ചെയ്യും. പിന്നെ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് ഇപ്പൊ പല രീതിയിലുള്ള അവയർനെസ് പല രീതിയിൽ കൊടുക്കും. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അവർക്ക് ആ സംസാരത്തിലൊക്കെ അവരുടെ ഒരു എന്താ പറയുക ഒരു സെൻസ് വരാൻ തുടങ്ങും. പബ്ലിക്കില് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, വീട്ടിലുള്ള പ്രായമായ ആളുകളോട് സംസാരിക്കുമ്പോൾ, കുട്ടികളോടാകുമ്പോൾ, അങ്ങനെയുള്ള രീതിയിലെല്ലാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മോറൽ വാല്യൂസ്, ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് ചെയ്യണ കണ്ടാൽ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ആ ഒരു രീതിയിലുള്ള സെൻസ് വരെ അവർക്ക് വരും. ജസ്റ്റിസ്, അവരുടെ ഉള്ളിലൊരു നീതി, ന്യായം അങ്ങനെ റിപ്പോൺ ചെയ്യുന്നു. ഈവൻ ദോ ഇവിടെ കുട്ടികൾ തന്നെ, മോളൊക്കെ തന്നെയും സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് 6, 7 ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ്, പാർഷ്യാലിറ്റി കാണിക്കുമല്ലോ ചില ടീച്ചർമാര്, പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാത്ത കുട്ടികൾ, അങ്ങനെ. അപ്പൊ അങ്ങനെ അതൊക്കെ ഇവര് വന്ന് വീട്ടിൽ വന്ന് പറയും. ടീച്ചർമാരോട് നേരിട്ട് പറയുന്നെങ്കിലും വീട്ടിൽ വന്നിങ്ങനെ പറയും, അങ്ങനെ മിസ് അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ഉള്ള ജസ്റ്റിസ് അതെന്നുള്ളത് അതെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പിന്നെ റിലേഷൻഷിപ്പ്, പിന്നെ പരസ്പരം നമ്മള് മറ്റുള്ളവർക്ക് എങ്ങനെ യൂസ്ഫുൾ ആകണം, ഹെൽപ്ഫുൾ ആകണം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളത്. കഴിഞ്ഞ ക്ലാസ് ഏതൊരു ബാച്ചിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഈ 2 കുട്ടികൾ, ചെറിയ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് സ്കൂളിൽ എങ്ങാണ്ട് അവയർനെസ് ക്ലാസ് കിട്ടി, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന്റെ അവയർനെസ് ക്ലാസ് കിട്ടി. ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോ ഒരു മനുഷ്യനെ പെട്ടെന്ന് സുഖമില്ലാതെ കുഴഞ്ഞു വീഴും. കുട്ടികള്
വിത്തിൻ ടൈം അയാൾക്ക് ചെറിയ കുട്ടികൾ അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു എന്ന് പറയാണ്. അപ്പോ അത് എന്തുകൊണ്ടാണ് അവര് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ നടക്കണ്ടായിരുന്നു. അപ്പൊ അത് മോറൽ വാല്യൂസും കൊണ്ടാവാം. പിന്നെ അവർക്ക് ആ ഒരു അത് അതിങ്ങനെ അവരെ പ്രാക്ടീസ് ചെയ്യിച്ചല്ലോ സ്കൂളിൽ, ഒരു മോക്ക് ഡ്രിൽ പോലെ അത് ചെയ്യിച്ചു, ഒരു അവയർനെസ് അവർക്ക് കിട്ടി. അപ്പൊ അവർക്ക് അത് ഒരാൾക്ക് ചെയ്ത് കൊടുക്കണം എന്ന് അവർക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. എനിവി അങ്ങനെ അവര് ചെയ്തു എന്നുള്ളതൊക്കെ അതെന്തോ റെഡ് ക്രോസിലെ കുട്ടികളല്ലായിരുന്നു മാം? അത് റെഡ് ക്രോസിൽ ഉണ്ടായ 2 കുട്ടികളായിരുന്നു. അവർക്ക് അതിൽ നിന്ന് കിട്ടിയ ക്ലാസ്സും കൊണ്ടാണ് അവരിത് ചെയ്തിരുന്നത്. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ ഭയങ്കര സ്പിരിച്വൽ ടോക്കൊക്കെ ഇങ്ങനെ വന്നു, അവരുടെ ഉള്ളിലെ ദൈവം, അങ്ങനെ ഒരു ടോക്കൊക്കെ വന്നു കേട്ടോ. അപ്പൊ ലൈക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട്, ദാറ്റ് ഇസ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി. അപ്പൊ അത് അപ്പൊ ഒരു ചെറിയൊരു ഡിബേറ്റ് പോലെ ക്ലാസ്സിൽ ഇങ്ങനെ നടന്നു. ലൈക്ക് അങ്ങനെ ഇപ്പോ ചെറിയ കുട്ടികൾക്ക് എന്ത് മോറൽ വാല്യൂസ് ഉണ്ടാവാനാ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയട്ടെ. അവർക്ക് ആ ഇപ്പൊ സഹോദരന് പറഞ്ഞ പോലെ റെഡ് ക്രോസിൽ നിന്ന് അവർക്ക് ആ ഒരു അവയർനെസ് സെഷൻ കിട്ടുവാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്. അവർക്ക് ആ ഒരു അവയർ കിട്ടുന്നത് നിങ്ങൾ ഇത് ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരത് അവർക്ക് അവയർനെസ് കൊടുക്കുന്നല്ലോ. ആ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും ഇവർ ഉള്ളിലേക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ കണ്ടപ്പോൾ അവരത് ചെയ്തു. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളില് ഈ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അത് ഫാന്റസിയിലേക്ക് പോകാതെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് അത് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുത്ത് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണമെന്നാണ് പറയുന്നത്. ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ ഇന്റലക്ച്വൽ ബുദ്ധി കുറെ കൂടെ ഡെവലപ്പ് ആവുള്ളൂ. അതേസമയം അവരത് ഫാന്റസിയിലേക്കാണ് പോകുന്നെങ്കിൽ, ഫാന്റസിയിലേക്ക് പോകുന്ന ആ ഫാന്റസി ഇതിൽ തന്നെ ഇരിക്കും. പക്ഷെ അത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ റിസൾട്ട് അമേസിങ് ആയിരിക്കും എന്നാ പറയാ. ഫോർ എക്സാമ്പിൾ, ഈ നമ്മൾ കണ്ടിട്ടില്ലേ ഈ സയൻസ് എക്സിബിഷൻസ് ഒക്കെ വയ്ക്കുമ്പോ ചില കുട്ടികൾ വളരെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യും, ആരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണും. അത് ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഫാന്റസിയിലാണെങ്കിൽ ആ കുട്ടി ഡ്രീം ചെയ്ത് ആ ഫാന്റസി വേൾഡിൽ തന്നെയായിരിക്കും. അപ്പൊ ആ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഫാന്റസിയിൽ. ബട്ട് റിയാലിറ്റിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആയിട്ട് വരും. പിന്നെ മോറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. കൂടുതലും ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നമുക്ക് റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ബട്ട് ലൈക്ക് നമ്മൾ കുറെ പഠിച്ചിട്ടില്ലേ ചില ഫേബിൾസ്, അതുപോലെ തന്നെ മിത്സ് ഒക്കെ, അതായത് ഈ പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് കഥകൾ, ചൈനീസ് നാടോടി കഥകൾ, അതിലൊക്കെ ചില മോറൽ വാല്യൂസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേസമയം ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ട് അപ്പൊ എന്ന് വെച്ചാൽ അവര് ഫാന്റസി വേൾഡിലേക്ക് പോകും. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടും. അതൊരു ഏജ് ഒക്കെ കഴിയുമ്പോൾ ഫാന്റസി കഥകളൊക്കെ നമ്മൾ വായിച്ചാലും പ്രശ്നമില്ല, നമുക്കറിയാം. വി നോ ദാറ്റ് വാട്ട് ഇസ് റിയൽ, അല്ലെ? എന്താണ് റിയൽ എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പൊ ഈ ഒരു ഏജിൽ നമ്മളൊരു എന്താ പറയാ, ഇപ്പം ഹാരി പോട്ടറിന്റെ ഒക്കെ ഒരു മൂവി കാണുന്നു, കഥ കാണുന്നു. സോ നമുക്ക് ലൈക്ക് നമുക്കറിയാം അങ്ങനെ അതൊരു ക്രിയേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒത്തിരി കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് ആ ഫാന്റസി ഭയങ്കര ഇഷ്ടാവും, അവരതിലെ ക്യാരക്ടർ ആവാൻ പോലെ അങ്ങനെയൊക്കെ തോന്നും. അതേസമയം ഒരു അഡോളസൻസ് എത്തുമ്പോഴേക്കും അവർക്ക് അറിയാം ദിസ് ഇസ് ക്രിയേറ്റിവിറ്റി, അതിൽ കുറെ ടെക്നോളജി ഉണ്ട്, അത് വെച്ചിട്ടാണ് ആ മൂവി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ മോളൊക്കെ ഇങ്ങനെ ഹാരി പോട്ടറിന്റെ എല്ലാ സീരീസും കണ്ടിട്ട് അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കറിയാം അത് റിയാലിറ്റി അല്ലാതെ ഒരു ഫാന്റസി ആണെന്നറിയാം. ബട്ട് ഈ നമ്മളിവിടെ ഇങ്ങനെ പഠിച്ച് ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആവുമ്പോഴേക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഇങ്ങനത്തെ മൂവികൾ ഹെൽപ്ഫുൾ ആവുന്നവർ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ക്രൈം ത്രില്ലേഴ്സ് അതൊക്കെയാട്ടോ കാണാൻ ഇഷ്ടം. അങ്ങനെ കുറെ മൂവീസ് അങ്ങനെ കണ്ടപ്പോ ഞാൻ അങ്ങ് ഫെഡപ്പായി. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഹാരി പോട്ടറിന്റെ പോലെ തന്നെ ഒരു ഫാന്റസി മൂവി ഞാൻ കണ്ടിരുന്നു. ഹാരി പോട്ടറിന്റെ എല്ലാ സീരീസും കാണാൻ താല്പര്യമില്ലാത്ത കാരണം ഒരു ഫാന്റസി മൂവിയാണത്, സ്കൂൾ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞിട്ട്. അതും ഇതുപോലെ തന്നെ ഒരു ഫാന്റസി തന്നെയാണ്. പക്ഷെ അത് കണ്ടു വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നമ്മളുടെ മൈൻഡ് അങ്ങ് റിഫ്രഷ്ഡ് ആയി. സോ ഇൻ ദാറ്റ് സെൻസ് അങ്ങനത്തെ മൂവീസ് ഒക്കെ നല്ലത് തന്നെയാണ്. അതേസമയം ഭയങ്കരമായിട്ട് റോങ് മെസ്സേജ് അല്ലെങ്കിൽ ഒട്ടും റിയാലിറ്റിയുമായിട്ട് കണക്ട് ആവാത്തത് മൂവീസ് ഒക്കെ ആവുമ്പോഴേക്കും
ആ കുട്ടികളുടെ ഏജിനനുസരിച്ച് അവരത് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് അവരതിലെ ക്യാരക്ടറെ പോലെ പെരുമാറാനും, ചില കുട്ടികൾ സ്പൈഡർമാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേഷങ്ങളൊക്കെ കിട്ടുട്ടോ. പക്ഷെ അത് ഒരു ഏജ് കഴിയുമ്പോഴേക്കും അവർ ആ റിയാലിറ്റിയെ ആക്സെപ്റ്റബിൾ ആക്കും. നമുക്കിവിടെ വേണ്ടത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുപ്പിച്ച് അവരെ കൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് കംസ് ടു തേർഡ് പീരീഡ് 12 to 18 years. ആ ഒരു ഏജ്, ടീൻ ഏജ് എന്ന് പറയുന്ന ആ ഒരു ടീൻ ടൈം ഭയങ്കര വല്ലാത്തൊരു സ്റ്റേജ് ആണെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ, അവരുടെ തോട്ട്സ്, ഇമോഷൻസ് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ ശരിയാകാൻ നമ്മളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. എങ്ങാനും ഒന്ന് ഡീവിയേറ്റഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പല പല സോഴ്സസ് പുറത്തുണ്ട് അവരെ റോങ് വേയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ ഈ ഒരു പീരീഡ് വളരെ ക്രൂഷ്യലും ആണ്. തേർഡ് പീരീഡ് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മാം. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescents as self-conscious. Adolescents are interested in social organization and other people of the world. She referred to this psychological characteristics as an abstract social sentiment for humankind, in which he follows to understand people's behavior in the work as a whole, including the past, need for calm and resolute need for calm and quiet. She believed that adolescents have a need for calm and solitude. If they were to build a sense of the self and the world, they are replete with the doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for the strengthening of self confidence. Maria Montessori. ഓക്കെ, നമുക്കൊന്ന് പറയാം എന്തായി പറയുന്നത്. ഓക്കെ, 12 to 18 years അഡോളസൻസ് പീരീഡ് അല്ലെ. ആ ഒരു സമയത്ത് ഗ്രേറ്റ് സക്സെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഇവരെ ബാധിക്കും. എനിത്തിങ് ക്യാൻ അഫക്ട് ദം, എന്തും ഇവരെ ബാധിക്കും. വഴി കൂടെ പോകുന്ന എന്ത് സാധനം കയറി പിടിക്കുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ അത് ഇവരെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പൊ അത് ആ ഒരു സക്സെപ്റ്റിബിലിറ്റി നമ്മളൊരു പോസിറ്റീവ് സൈഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ അക്കാദമിക്സ്, കരിയർ ഗ്രോത്ത്, അവരുടെ പേഴ്സണാലിറ്റി എല്ലാത്തിലും ഡെവലപ്മെന്റ് ഉണ്ടാവും. ഒരു സെൽഫ് കൺസ്ട്രക്ഷൻസ് ആണ് ഫസ്റ്റ് പീരീഡിലും സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സ്വയം ഉണ്ടാകുകയാണ്. ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പ്രായം. ചില ആളുകൾ പറയാനുള്ളത് കേൾക്കാറില്ലേ, ഇപ്പൊ ഒരു ഇരുത്തം വന്നു, ആ ചെറുപ്പത്തിലുണ്ടായ ആ ഒരു എന്താ പറയാ, ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ആ ഒരു ഭയങ്കര ഇതായിട്ട് കാണിച്ചിരുന്നത് ഇപ്പം ഭയങ്കര കാമായി ഒരു ഇരുത്തം വന്നു, കാഴ്ചയിലും വ്യത്യാസങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രായമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ബട്ട് ഈ സമയത്ത് ഡീവിയേറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസസും ഉണ്ട്. അതാണ് പറയുന്നത് സക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. എന്തും ഇവരെ അഫക്ട് ചെയ്യും ആ ഒരു പ്രായം. പിന്നെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, ഇവർ ഭയങ്കരമായിട്ട് സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. ഇവള് ഭയങ്കരമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും മീൻസ് അനലൈസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര പ്രോമിസിങ് ആയിട്ട് തോന്നും. നല്ല അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്. നമ്മളിപ്പോ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ക്ലാസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മള് ക്ലാസ് എടുക്കുന്ന പോലെ കൊടുക്കുക, അതൊരു ഇന്ററാക്റ്റീവ് സെഷൻ കൊടുത്തിട്ട് കൊണ്ട് ഒരു ടോപ്പിക് ഓഡിയോ തോന്നേ ഓഡിയോ ആണ്.
ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ആ കുട്ടികൾക്കൊരു ചിന്തിക്കാനായിട്ടൊരു ടോപ്പിക് കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഐഡിയാസും അവരതിനെ അനലൈസ് ചെയ്യുന്നതൊക്കെ അതുപോലെ അവര് അതിനെപ്പറ്റി കോൺഷ്യസ് ആണ് എല്ലാ കാര്യങ്ങളും. പിന്നെ സ്വയം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചും അവർ കോൺഷ്യസ് ആണ്. ദാറ്റ് ഇസ് സെൽഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞത് നമ്മള്. പിന്നെ ഇവരുടെ നേരത്തെ പോലെ തന്നെ മോറൽ വാല്യൂസ് എല്ലാം ഇതിന്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് വരുന്നു. പിന്നെ ആളുകളുടെ ബിഹേവിയർ പാറ്റേൺ, അവരുടെ മെന്റൽ ഉള്ള ചേഞ്ചസ് എല്ലാം, ആ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതെല്ലാം ഈ ഒരു സമയത്ത് ഫോം ആവുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും മനസ്സിലാകും മറ്റുള്ളവരുടെ രീതികള്, മറ്റുള്ളവർ സംസാരിക്കുന്നത്. കാരണം ഒരാള് പറയുമ്പോൾ അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഒരു കോൺഷ്യസ് ബോധം ഉണ്ട് ഈ ഒരു പ്രായത്തിൽ. ബട്ട് അതുപോലെ തന്നെ അവര് മിസ്യൂസ് ചെയ്യപ്പെടാനും ചാൻസസ് ഉണ്ട്. ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ പല കാര്യങ്ങൾക്കും ആളുകൾക്ക് ഉപയോഗിക്കാനും പറ്റും. പക്ഷെ ആ കറക്റ്റ് വേയിൽ അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ കോൺഷ്യസ്നെസ്സും ബോധവും ചിന്തയും പോവുകയാണെങ്കിൽ ആർക്കും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഇവരെ റോങ് വേയിലേക്ക് കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പോ ഈ പലപ്പോഴും വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്തവര്, അല്ലെങ്കിൽ ടീച്ചർമാരെ ശ്രദ്ധിക്കാത്ത കുട്ടികള്, അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോൾ ഇവർക്ക് അങ്ങനെ ഡീവിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, വീട്ടിലില്ല സ്കൂളിൽ ആ ഒരു ടീച്ചർ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അതിൽ നിന്ന് ഇങ്ങനെ മാറാനായിട്ട് താല്പര്യപ്പെടുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ഫ്രൈഡേ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ സെഷന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് 9th കുട്ടികളാണല്ലോ, എന്ത് ഞാൻ ചെയ്യണം, എന്ത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ടോപ്പിക് അവർക്ക് കൊടുത്തു, എഴുതാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ വായിക്കണം, മറ്റുള്ളവർ കേൾക്കും. അപ്പൊ അതുകൊണ്ട് എഴുതാൻ കാണിക്കുന്ന ധൈര്യം അത് അപ്രീഷ്യബിൾ ആയിരിക്കും. കുട്ടികളെല്ലാരും തുറന്ന് എഴുതി. അതിലൊരു മോൻ എന്താണെന്നറിയൂ, കേട്ട നമ്മൾ ഞെട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് സെഷൻ ചെയ്യാനായിട്ട് 8ാം ക്ലാസ്സിൽ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി അവൻ ആൽക്കഹോളിക് ആണ്. 8ാം ക്ലാസ്സിലെ കുട്ടി ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു പറയുമ്പോൾ ആലോചിച്ചു. അവൻ എഴുതിയത് എന്താണെന്നറിയോ, ഞാൻ മദ്യപാനം നിർത്തും. അപ്പം അവന് നമ്മളോട് അത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി. അവന്റെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ചെക്കന്മാരാണ്, മുതിർന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് അവൻ ഇതിൽ പെട്ടുപോയത്. അച്ഛൻ സൂസൈഡ് ചെയ്ത ഒരു കുട്ടിയാണ്. സോ ലൈക്ക് അവന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫ്. അവന്റെ അമ്മയ്ക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിൽ നിന്ന് നിരന്തരം ടീച്ചർമാരുടെ കംപ്ലൈന്റ്സ് അമ്മയ്ക്ക് ചെല്ലും. ആ അമ്മ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെവിയിൽ പിടിച്ചിട്ട് പറയും, ടീച്ചർ പറഞ്ഞു. തിരിച്ചവർക്ക് അവരൊന്നും പറയില്ല, കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി. അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുക, നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അവൻ പറഞ്ഞു സ്മോക്ക് ചെയ്യില്ല, പക്ഷെ ആ കമ്പനി എന്ന് അവന് ഓടി വരാൻ പറ്റുന്നില്ല. അതുപോലെ അവരിങ്ങനെ വരിഞ്ഞു മുറിക്കുക, വല്ലാത്തൊരു നെറ്റ്വർക്കിലായി പോയി അവൻ ചെല്ലുന്നത് അതിലേക്കാണ്. അതാണ് ഒരു പ്രശ്നം പറ്റുന്നത്. അവൻ അതിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല. അവൻ എഴുതിയതാണ്, ഞാൻ മദ്യപാനം നിർത്തും, വഴക്ക് കൂടുന്നത് നിർത്തും. മദ്യപാനത്തിന്റെ ബാക്കിയായിട്ടാണല്ലോ ഈ വഴക്ക് കൂടുതലും അബ്യൂസീവ് വേർഡ്സും പറയുന്നത്. ചീത്ത വാക്കുകൾ ഞാൻ ഇനി പറയുകയില്ല. നന്നായി വായിക്കുന്ന കുട്ടി, ഇംഗ്ലീഷ് നല്ല പോലെ അവനറിയാം. അവൻ ഇംഗ്ലീഷ് ബുക്സ് വായിക്കാനാണ് ഇഷ്ടം. പക്ഷെ അവന്റെ ആ ഒരു ഫിസിക്ക് കണ്ടാൽ നമുക്കറിയാം ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ്. അപ്പൊ അവനെ ഞാൻ നല്ലതുപോലെ കെയർ ചെയ്യും. കാരണം അവന്റെ പേരിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആയതുകൊണ്ട് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പേരിന്റെ ഒരു ഫസ്റ്റ് പോർഷൻ ഉണ്ട്, വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫസ്റ്റ് വൺ. അത് വിളിക്കുമ്പോഴേക്കും ഞാൻ അവനെ അങ്ങനെയാ വിളിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അവനെ എല്ലാരും ഫുൾ പേര് ചേർത്താ വിളിക്കുന്നത്. ഭയങ്കര നീളമുള്ള ഒരു പേരാണ്. ഞാൻ മാത്രം ആ പേരിന്റെ ഫസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പോർഷൻ. അത് വിളിക്കുമ്പോഴേക്കും അവന്റെ മുഖത്തുണ്ടാകുന്ന പ്രകാശം കാണും. ചുണ്ടുകളൊക്കെ ഭയങ്കര കറുത്ത്, സ്മോക്ക് ചെയ്തിട്ടേ കറുത്താണ്. നടക്കുമ്പോ അവന്റെ ആ ഒരു എന്താ പറയാ, അവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നറിയാം ഇവൻ തലേ ദിവസം തന്നെ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ കുട്ടികളുടെ തുറന്ന എഴുത്ത് തുറന്ന് പറച്ചിൽ, അതിൽ അവരുടെ സെൽഫ് കോൺഷ്യസ്. അവനത് പറയുന്നതിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനതൊരു കൺഫെഷൻ പോലെ, ഞാൻ മദ്യപാനം നിർത്തും, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറും,
മോശമായ വാക്കുകൾ സംസാരിക്കില്ല, ആരുമായി വഴക്കുണ്ടാക്കില്ല. ഇതാണ് ഞാൻ ചെയ്യരുതാത്തത് എന്നുള്ള ലിസ്റ്റില് വന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ അവനെ വിളിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ നിന്നാണോ എഴുതിയെന്ന് ചോദിച്ചു, ഹൃദയത്തിൽ നിന്നാണോ എഴുതിയെന്ന് ചോദിച്ചു. അതെ മിസ് എന്ന് പറഞ്ഞു. മേ ബി എനിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിരിക്കും അവൻ എന്റെ കയ്യിൽ കിട്ടുന്നത്. ബട്ട് മൈ റെസ്പോൺസിബിലിറ്റീസ് ബിഗർ, ഭയങ്കര ഹൈ ആണ്. അതിന്റെ സ്ട്രെസ് ഒക്കെ എനിക്കും ഉണ്ട്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചേക്കുവാണല്ലോ, നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, യു ഹാവ് ടു ഡു ദിസ് എന്നുള്ള രീതിയിൽ. സോ അതാണ്. അപ്പൊ ഈ ഒരു പ്രായത്തില് അവർ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവും, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ആളുകൾക്ക് ഇവരെ മിസ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് മനസ്സിലാവും ഞങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണോ എന്നുള്ളത് മനസ്സിലായി പെരുമാറാനും ഇവർക്ക് പറ്റും. എല്ലാ രീതിയിലുള്ള സെൻസ് ഇവരിലുണ്ട്. ബട്ട് പ്രോപ്പർ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്കത് ധൈര്യത്തോടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ ഒരു പ്രോബ്ലം. ഓക്കെ, സോ ലൈക്ക് പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചില സമയത്ത് ഇവർക്ക് ലോൺലിനെസ് ഇവർ ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്ക് കാമായിട്ടും ക്വയറ്റായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നത്. ഈവൻ എന്റെ മോൾ തന്നെ പറയും, ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റേ ബാക്ക്, കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. നമുക്കറിയാം അവർക്കത് ആവശ്യമാണ്, അവർക്ക് അത് വേണം, എനിക്ക് ഒന്ന് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. പിന്നെ തന്നെ അവർ റിലാക്സ്ഡ് ആവും, നമ്മുടെ കൂടെ വന്ന് ജോയിൻ ആവും. അല്ലാണ്ട് നമ്മൾ വേറെ കുത്തിപ്പിടിച്ച് എന്തിനാ ഒറ്റയ്ക്കിരിക്കണം. പക്ഷെ കുറേ സമയങ്ങളോളം ഇരിക്കുമ്പോൾ നമുക്ക് ഇടപെടാം. ബട്ട് ലെറ്റ് ദം സിറ്റ് ഫോർ ഹാഫ് ആൻ അവർ, 1 hour, നോ പ്രോബ്ലം. നമ്മൾ ശ്രദ്ധിക്കണം അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. പക്ഷെ അത് കഴിയുമ്പോഴേക്കും അവൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് വരുന്നതാണ്, അത് അവരുടെ ഫേസിൽ ആണ്. സോ അവിടെ ഒരു കാം ആൻഡ് സോളിറ്റ്യൂഡ്. അല്ലാതെ അവരെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യും, എന്താ പഠിക്കാത്ത, എപ്പോഴും ഇങ്ങനെ ഇരിക്കുവാണോ, പഠിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ അത് പോയി ചെയ്യാൻ പാടില്ല, ഇത് പോയി, അവർക്കത് കേൾക്കുമ്പോഴേ അവർക്ക് ദേഷ്യമാണ്. ഓക്കെ, അപ്പൊ ഈ കാം ആൻഡ് സോളിറ്റ്യൂഡ് അവർക്ക് ആവശ്യമാണ്. കാരണം അവര് സെൽഫ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ഇനി ഇതിങ്ങനെ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് ഇത് ചെയ്യും. ഇപ്പം വീട്ടിലെ മോളാണെങ്കിൽ തന്നെയും അവൾക്ക് എന്തെങ്കിലും പറയണം, ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ബട്ട് അത് നമ്മുടെ മുന്നിൽ വന്നെന്ന് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അവർ എഴുതും. അവളെങ്ങനെ എഴുതും, ലെറ്റർ എഴുതും. ചില സമയത്ത് ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റർ എഴുതി അവളുടെ റൂമിന്റെ സൈഡ് ടേബിളിൽ വെച്ചിട്ട് പോണ വഴിക്ക് എന്നോട് പറയും, ഞാൻ അമ്മയ്ക്ക് അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ ആരെയും കാണിക്കരുതെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ ലെറ്റർ എഴുതി അവരുടെ സ്നേഹം, അവരെന്തെങ്കിലും അറിയാതെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ഷമാപണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത്. ഓരോ കുട്ടിയുടെയും ആ ഒരു വേറൊരു എക്സ്പ്രസീവ് മെത്തേഡ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. കുട്ടികൾ ബസ്റ്റ് ഔട്ട് ആയി പോകും, ചില സമയത്ത് നമ്മളോട് ചാടിക്കടിക്കുന്നതാണ്, നമുക്ക് വിഷമം തോന്നുമായിരിക്കും. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, നമ്മളെ ആവശ്യമുള്ള ഏതോ ഒരു സമയം അവരിലുണ്ട്. സോ അവരെ കേൾക്കാനായിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ എപ്പോഴും പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, നിന്റെ റൂം കിടക്കുന്ന കണ്ടു, അവർ ദേ വിൽ ഡു, അവരത് ചെയ്യും. അപ്പൊ അതിന് രീതിയിൽ നമുക്ക് അത് ഒരു ടഫാണ് ആ ഒരു ഏജ് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി സ്വീറ്റ് ഓൾസോ. പിന്നെ അവർക്കൊരു സെൻസ് ഓഫ് അവരുടെ ഒരു സെൽഫ്, ഞാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നു. ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ടൈം തന്നെയാണ്. പിന്നെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചും അവർ ബോധവാന്മാരാണ്. പിന്നെ ഡൗട്ട്സ് ഉണ്ടാകും അവർക്ക്, പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. സ്വന്തം ബോഡിയെ കുറിച്ച് തന്നെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും, പല സംശയങ്ങൾ, ഹെസിറ്റേഷൻസ്. പിന്നെ പലപ്പോഴും ആളുകൾ ഇവരെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഡിസ്കറേജ്മെന്റ്, അങ്ങനെ ആ ഒരു കാര്യങ്ങളും സംഭവിക്കാം. സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ അവർ അഷെയിംഡ് ആവും, ഈസിലി അഷെയിംഡ്. ആൻഡ് കോൺഫിഡൻസ് കുറയും, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് അവരിൽ ബിൽഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ടൈമിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് അത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങളും മാറും. അവര് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പഠിത്തത്തില്. അങ്ങനെ കാരണം ഇഷ്ടം പോലെ പഠിക്കാനുള്ള പ്രായമാണല്ലോ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. +1 +2 ഒക്കെ നിറയുണ്ട് പഠിക്കാൻ. എക്സാമിന്റെ രീതിയൊക്കെ വേറെയായി മാറുവാണ്. 10th വരെയുള്ള രീതിയിൽ നിന്നെല്ലാം മാറിയിട്ട് ഹൈസ്കൂളിലാകുമ്പോൾ വേറൊരു രീതി. അതുവരെ ഇങ്ങനെ കുട്ടികളെ ഭയങ്കര പരിപാലിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഒന്ന് ഹൈസ്കൂൾ എത്തുമ്പോഴേക്കും അവർക്കൊരു ബണ്ടിലാണ് പഠിപ്പിക്കാൻ കിടക്കുന്നത്, കുറെ വർക്കുകൾ. പിന്നെ +1 +2 ആകുമ്പോൾ വീണ്ടും 10th പ്രഷർ വേറെ. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് വി ഹാവ് ടു ഡു. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി ഈ ഒരു ഏജിലെ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഇൻകേപ്പബിൾ ആയിരുന്നു. ലൈക്ക് അവർക്ക് ആ 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാനും അതാണ് മോണ്ടിസോറി മെത്തേഡിൽ തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആഫ്റ്റർ 6 ഇയേഴ്സ് ഉള്ള എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ മറിയ മോണ്ടിസോറിക്ക് കഴിഞ്ഞില്ല. ബട്ട് അവര് ആ ഒരു ഏജിലെ കുട്ടികളെ കോൺഫിഡൻസ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അപ്പൊ അവര് പറയണത് പിന്നെ ഏജിലേക്ക് പോകും തോറും ഈ ഒരു ബേസ് അവരെ ഹെൽപ്പ് ചെയ്യും ടു ഡെവലപ്പ്. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ 2-3 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ നീഡ്സ്, ഈ ഒരു ഏജില്, ഈ അഡോളസന്റ് പീരീഡില് നീഡ്സ്, ഈ ടീൻ സമയത്തുള്ള നീഡ്സ് അത് ഏതൊക്കെ ഏരിയയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്, 4 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് 2 പോയിന്റ്സ് ആർക്കെങ്കിലും വായിക്കാം, ദെൻ നെക്സ്റ്റ് 2 പോയിന്റ്സ് രണ്ടുപേർ. ഞാൻ വായിക്കാം മാഡം. യെസ് പ്ലീസ്. First one, need for intellectual task. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusions based on evidence. They are interested in discussing moral and spiritual issues. Second one, need for academic knowledge. Montessori saw the need and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. ഓക്കെ, സോ നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്. നല്ല സെൻസ് ഒക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ ഇന്റലക്ച്വൽ അതിനെ മൂർച്ച കൂട്ടുന്ന രീതിയിൽ തന്നെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഈ ഒരു സമയത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവരെ റെസ്പോണ്ട് ചെയ്യും. അവരിങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കില്ല. ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ചെസ് ഒക്കെ കളിക്കുന്നത് ഈ ഒരു ടൈമിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൽ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ അതിനോട് താല്പര്യങ്ങൾ കൂടും. പിന്നെ അങ്ങനെ എന്തും, അതിപ്പം ഔട്ട്ഡോർ ഗെയിംസ് ആണെങ്കിലും അതിലും അവർ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വേയിലായിരിക്കും പല മൂവ്സും അവർ നടക്കുന്നത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ ലെവൽ ഇംപ്രൂവ്ഡ് ആവുന്ന ഒരു ടൈമാണ്. അത് കാര്യങ്ങൾ സംസാരിക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ടെക്നോളജി സൈഡിലാണെങ്കിലും ചില ആളുകൾ ഫാഷന്റെ സൈഡിലാണെങ്കിലും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരുടെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അത് കൺക്ലൂഷൻ, അതായത് അവർ അതിനെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. പാർഷ്യലി ഉള്ള നോളജ് അവർക്ക് വേണ്ട, മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല അതിന്റെ ഒരു തെളിവോടുകൂടി ബേസ്ഡ് ഓൺ ഒരു എവിഡൻസ് ഉള്ള രീതിയിൽ തന്നെ. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, സ്പിരിച്വൽ ഇഷ്യൂസും, ഇപ്പൊ ലൈക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും, അതിൽ നിന്നുള്ള മോറൽ സൈഡൊക്കെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ അവർക്ക് താല്പര്യമുള്ള ടൈമാണ്. അപ്പൊ ഈ ഇന്റലക്ച്വൽ ഒരു നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് എല്ലാ ഏരിയയെ കുറിച്ചും കാര്യങ്ങൾ അറിയാനും അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനും എല്ലാം അവർ ആഗ്രഹിക്കും. നെക്സ്റ്റ്, അക്കാദമിക് നോളജും ഈ ഒരു ടൈമിൽ ആവശ്യം തന്നെയാണ്. കാരണം കുട്ടികളുടെ ബേസ് 0 to 6 ഇയേഴ്സ് അവർ ഓൾറെഡി ഇങ്ങനെ കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് അവരെത്തുന്നു. അഡോളസൻസിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഇവർക്ക് അറിയണം അബൌട്ട് എല്ലാ സൈഡിലെ നോളജ്, ഈവൻ ഹിസ്റ്ററി ആണെങ്കിലും നമ്മുടെ ഇപ്പോ സോഷ്യൽ റിഫോമേഴ്സ് ചെയ്ത അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഫ്രീഡം ഫൈറ്റ്, വേൾഡ് വാർ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും അതിനെ പറ്റിയെല്ലാം നല്ലൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അക്കാദമിക്സ് ബ്രില്യൻസും ഇവര് കാണിക്കണം. ലൈക്ക് ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അങ്ങനെ എന്തും ഏതൊരു ഏരിയയിലാണെങ്കിലും അക്കാദമിക് നോളജ് അവർക്കുണ്ടായിരിക്കണം. അപ്പം ക്രിയേറ്റീവ് സ്റ്റഡി ആയിരിക്കണം, അല്ലാണ്ട് വെറുതെ ബൈ ഹാർട്ട് ചെയ്യുക എന്തിനോ പരീക്ഷയ്ക്ക് വേണ്ടി ആ രീതിയിലല്ലാതെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ഒരു സ്റ്റഡി അഡോളസൻസിൽ നടക്കണം. അങ്ങനെ പഠിച്ചാലാണ് അവർക്ക് ഓരോരോ സ്റ്റേജസ് നെക്സ്റ്റ് ഏജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ പിന്നീട് പിൽക്കാലത്തൊക്കെ ചെയ്യുമ്പോഴേക്കും അത് ഗുണകരമാവും. റൈറ്റ് മെത്തഡോളജി തന്നെ ആയിരിക്കണം ഇവരിലേക്ക് നോളജ് എത്തിക്കുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ബ്രോഡും കംപ്ലീറ്റും ആയിരിക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഈവൻ ദോ അവർക്ക് അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെ കുറെ ഐഡിയാസ് മറിയ മോണ്ടിസോറി ഷെയർ ചെയ്തതാണ് നമ്മൾ ഈ കാണുന്നത്, ഈ 4 പോയിന്റ്സ്. സോ നെക്സ്റ്റ് 3 and 4. മാം, യെസ് പ്ലീസ്. പറയൂ. need for creative expression.
Montessori also detected that adolescents have a need for creative expression. Their creative urges enact not so much artistic feelings, but as a means for self-expression and self-discovery. They need assistance in their efforts. Montessori also indicated that adolescents need assistance in their effort to achieve extended independence. They need support in two areas: in a community of peers and an adult friend. Fourth, interest in the exploration of reality. Adolescents have an interest in the research of reality. They want this analysis to include both the natural world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to be the target of the third plane. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്റലക്ച്വൽ ടാസ്കിന്റെ നീഡും, അതും നെക്സ്റ്റ് പറഞ്ഞത് അക്കാദമിക്സ്, ആ ഒരു നോളജ് കിട്ടുന്നത് അത് പൂർണ്ണമായിട്ടും കിട്ടുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രീതിയിലും എല്ലാ സൈഡിൽ നിന്നും ബ്രോഡ് രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു. നെക്സ്റ്റ് നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആയിരുന്നു നമ്മൾ പറയുന്നത്. മോണ്ടിസോറി ഒരു ഒബ്സർവേഷനിലൂടെ അവർ പറഞ്ഞ ചില കമന്റ്സ് ആണ് കേട്ടോ ഇത്. മോണ്ടിസോറി പറയുന്നത് അഡോളസൻസിന് എപ്പോഴും ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി, കുറെ ആർജസ് അവരിലുണ്ട്. ത്വരാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അതുപോലെ അവർക്ക് ആർട്ടിസ്റ്റിക് ഫീലിങ്സ് കാണും. പക്ഷെ ഇത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് തന്നെ അതിന്റെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാനും എല്ലാം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. മീൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ചിലപ്പോൾ നല്ലപോലെ ഡ്രോയിങ് ചെയ്യുന്നുണ്ടാവും, നല്ലപോലെ പെയിന്റ് ചെയ്യണം. പഠിക്കാനൊന്നും ചോദിക്കുന്നത് കുട്ടി പടം വരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ. അപ്പൊ ആ ഒരു അസിസ്റ്റൻസ് അവർ കാണിക്കുന്ന എഫേർട്സിൽ അവരെ അസിസ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ അസിസ്റ്റ് നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ റോൾസ് ആണ് ഈ ഓരോ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ആ റോള് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഈ അഡോളസൻസ് ഗ്രൂപ്പ്, അതായത് ഈ ഏജിലുള്ള കുട്ടികളെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അത് ക്ഷമിച്ച് മുൻവിധിയോടുകൂടി അവരെ അപ്രോച്ച് ചെയ്യണമെന്നില്ല. അപ്രോച്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അവരുടെ ആ ഇന്നർ ആർച്ച്, അവർക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് അത് ശരിയാണ്, അതിന് അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാകും. അപ്പൊ അത് അവിടെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ കുട്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിച്ച ആ ഒരു മുൻവിധിയോടുകൂടി ചെല്ലരുത്. ബട്ട് സംടൈംസ് പഠിക്കേണ്ട സമയത്ത് അതിൽ നിന്നും ഡീവിയേറ്റഡ് ആവാൻ വേണ്ടി ചില കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അത് മനസ്സിലാക്കി തന്നെ അവരോട് ഇതിനുള്ള ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കുക. അപ്പം അതല്ലേ നമ്മൾ പലപ്പോഴും ഇവരുടെ സ്കില്ല് കണ്ടെത്തി കഴിയുമ്പോഴേക്കും കുട്ടികളെ പല ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ, വയലിൻ, ഗിറ്റാർ, ഡ്രോയിങ്, ഡാൻസ്, മ്യൂസിക് അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് റിയൽ ആണെങ്കിൽ അവരതിൽ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു ഇതിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ട് 2 ഏരിയാസിൽ നിന്ന് വേണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇൻ എ കമ്മ്യൂണിറ്റി ഓഫ് പീസ്, ഇവരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മോളെപ്പോഴും പറയാറുണ്ടായിരുന്നു, 10th വരെ അവള് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ആ സ്കൂൾ LKG തുടങ്ങി പഠിച്ച സ്കൂളാണ്. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് നല്ല കണക്ഷൻ ആണ്. നമുക്കും എല്ലാ കുട്ടികളെയും അറിയാം, കുട്ടികളുടെ പാരന്റ്സിനെ അറിയാം, നമുക്ക് അവിടെ ടെൻഷൻ ഇല്ല. ബട്ട് +1 +2 ദൂരെ ഒരു സ്ഥലത്ത് ഹോസ്റ്റലിൽ അങ്ങനെ പോകുമ്പോൾ അവൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് ഇതായിരുന്നു, നല്ല സുഹൃത്തുക്കളെ കിട്ടണേന്ന്. കാരണം ഇപ്പോൾ പറയണ എന്റെ ഒരു ഡെവലപ്മെന്റ് മുന്നോട്ടുള്ള ഇതില് ഒരു ജേർണിയില് അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര നല്ലതായിരിക്കും. നല്ല രീതിയിൽ ആകണമെങ്കിൽ എനിക്ക് അതുപോലുള്ള ഫ്രണ്ട്സിനെ കിട്ടണം, ഞാനും അവർക്ക് അതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ പോയതല്ലോ. അവള് പറയുന്നത് എനിക്ക് അതുപോലുള്ളവർ തന്നെ കിട്ടി. ഞാൻ പോകുമ്പോൾ അവളോട് പറഞ്ഞു, ഇനി 10th വരെ പഠിച്ച സ്കൂളിൽ ഒരു അറ്റ്മോസ്ഫിയർ ആവണമെന്നില്ല. കാരണം 10th വരെ പഠിച്ച സ്കൂളിൽ 10th ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നല്ലോ, ആകെ 24 പിള്ളേരും. എല്ലാരെയും നമുക്ക് പരസ്പരം അറിയാം, ഫാമിലി അറിയാം. അങ്ങനെ ഇപ്പൊ പോകുന്ന സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻസ് അത്രയും ഉണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ 40ഓളം പിള്ളേര്. എനിക്ക് തോന്നുന്നു ഒരു 8ഓ 10ഓ ഡിവിഷൻസ് ഉണ്ട്, പല ബ്രാഞ്ചസ് ആയിട്ട്. അപ്പം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ അപ്രോച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കണം. കാരണം നമ്മൾ വളരെ ഇന്നസെൻസ് ആയിട്ട് വിചാരിക്കും, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ പോയി ഒരു 1 month കഴിഞ്ഞോളൂ വന്നപ്പോൾ എന്നോട് ഫസ്റ്റ് ഷെയർ ചെയ്ത് അങ്ങനെയായിരുന്നു. അമ്മ പറഞ്ഞ ശരിയായിരുന്നു, ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് വേറെ പല ഉദ്ദേശങ്ങളോട് കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മ പരിമിതമായി. അവരുടെ ആ ഒരു വേവ് ലെങ്ത്തിൽ വരുന്ന ആ ഒരു ഫ്രണ്ട് സർക്കിൾ മാത്രമായി.
ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ ആ ഒരു കൺഫ്യൂഷൻ അവർക്ക് വരരുത്. അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യാനും ഇങ്ങനെ എല്ലാ കാര്യവും പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ യാതൊരു ടെൻഷനിലും ആവശ്യം. അപ്പൊ ഈ 2 ഏരിയാസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഓഫ് പീസ്, അവരുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, ഒരേ ഏജിലുള്ളവരുടെ ഗ്രൂപ്പ്, പീർ ഗ്രൂപ്പ് അതാണ്. പിന്നെ ആൻ അഡൾട്ട് ഫ്രണ്ട്. അതിപ്പോ അഡൾട്ട് ഫ്രണ്ട് മദർ ആകാം, ചേച്ചിയാകാം, ചേട്ടനാകാം, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന മുതിർന്ന ഒരു സുഹൃത്ത്, ടീച്ചറാകാം. ഓക്കെ. എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. ഈ ഒരു സമയത്ത് അവര് റിയാലിറ്റിയെ കണക്ട് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടപ്പെടും. ഈവൻ തോ അതിലും ചെറിയ പ്രായത്തിൽ ഹാരി പോട്ടറിന്റെ സീരീസ് ഒക്കെ കണ്ടെങ്കിൽ പോലും വാട്ട് ഇസ് റിയൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ഹ്യൂമൻ ആ ഒരു മനുഷ്യ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചും പുറത്ത് നടക്കുന്ന അല്ലാത്ത പല കാര്യങ്ങൾ, ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ഐഡിയ, എല്ലാം എന്തൊക്കെയുണ്ടോ അവർ ജീവിക്കുന്ന ആ ഒരു വേൾഡിൽ, സൊസൈറ്റിയിൽ, അതിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ആയിട്ട് ഉള്ള ഐഡിയ അവർക്ക് കിട്ടും. നെക്സ്റ്റ് പിന്നെ ഇവരുടെ പേഴ്സണാലിറ്റി ഒരു പീക്കിലേക്കൊക്കെ എത്തുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തെങ്കിലും അവരുടെ പേഴ്സണാലിറ്റിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊട്ടും സഹിക്കില്ല. ഒരു എന്താ പറയാ, ഈ അവരുടെ ഒരു വാലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഒരു കീപ്പ് ചെയ്യും. അത് വാല്യുബിൾ ആണ്, അതിനെ കീപ്പ് ചെയ്യാനായിട്ട് അവർ നോക്കും ഈ ഒരു പീരീഡിൽ. അത് ആരുടെയും മുന്നിൽ മടിയറ വെക്കില്ല. ഒരു ഇതുണ്ടല്ലോ നമുക്കൊരു അഭിമാനം, അത് ഒരു നല്ലൊരു റേഞ്ചിൽ തന്നെ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും ഈ ഒരു ടൈമില് ആ ഒരു ഏജിലുള്ളവരുടെ. പക്ഷെ നമ്മളുടെ പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നല്ല ഇതായിട്ട് വരുന്ന ഒരു ടൈമാണ്. നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാനോ അങ്ങനത്തെ രീതിയിലുള്ള ആക്ടിവിറ്റീസിനോ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നതോ ഒന്നും നമ്മൾ അങ്ങനെ നടക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. ഓക്കെ. നെക്സ്റ്റ് കംസ് ഫോർത്ത് പീരീഡ്. ഫോർത്ത് പീരീഡ് നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേജായ അഡൾട്ട്ഹുഡിന്റെ അടുത്ത പീരീഡ് 18 to 24 years അല്ലെ. സോ ഈ ഒരു ടൈം ആകുമ്പോ എന്താണ് അവരുള്ളത്? ഓക്കെ, ഒരു പാരഗ്രാഫ് ഉണ്ട്. സോ പ്ലീസ് ആരാ റീഡ് ചെയ്യാൻ? ഞാൻ വായിക്കാം മാം. Fourth period. According to Montessori, during this period, the young man is strong and relatively stable. The psychological characteristics are similar to those in the second plane. In the second period of development, relative calm appears after proceeding 6 years of rapid change and turbulence. A similar integration of earlier change take place during this period and that of adolescence. During this period, the young person must be given help to enable him to become part of their society and to adapt the contemporary needs. This adaptation occurs through interaction of activities and experiences. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറി ടേംസിൽ വരുന്ന, മോണ്ടിസോറി പറയുന്ന ഒരു അഡാപ്റ്റേഷൻ. അതായത് നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ പൊരുത്തപ്പെടുക എന്ന് പറയും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ കഷ്ടപ്പെട്ട് ആരുടെയൊക്കെ പ്രഷർ കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നമ്മള് വിത്ത് അവർ വിൽ, നമ്മളുടെ ഇഷ്ടത്തോടെ സമ്മതത്തോടു കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ അഡാപ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് മരങ്ങൾക്ക് ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻ, മൃഗങ്ങൾക്ക് ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻ, മനുഷ്യരിൽ ആ ക്ലൈമറ്റ് അഡ്ജസ്റ്റഡ് ആകുന്നത്, ആ ഒരു അഡാപ്റ്റേഷൻ, അങ്ങനെയൊക്കെ. അങ്ങനെ അഡാപ്റ്റേഷൻ ഇല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയും. അതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ പീരീഡില്. ഒരു യങ് മാൻ അല്ലെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ ഭയങ്കര യൂത്ത് ആ ഒരു ടൈമാണ്. സ്ട്രോങ്ങുമാണ്, റിലേറ്റീവ്ലി സ്റ്റേബിളുമായിരിക്കും. ഇവരുടെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആ ഒരു സെക്കൻഡ് പ്ലെയിനിൽ സെക്കൻഡ് പീരീഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ, ആ ഫോർമേറ്റീവ് പ്ലെയിൻസിൽ കണ്ടതുപോലെ തന്നെയായിരിക്കും സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് മൈൻഡിന്റെ ഡെവലപ്മെന്റ്. ഒരു കാം ക്വയറ്റ് ആയിരിക്കുന്നു, സോളിറ്റ്യൂഡ്, ആ ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നു. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവര് ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിലല്ല. ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നു മീൻസ് ഒരു സെൽഫ് ഗ്രോത്തിന് ലോൺലിനെസ് സംടൈംസ് നല്ലതാണ്. നമ്മൾ കാമാൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് നമ്മളിങ്ങനെ ഇരിക്കില്ലേ, തിരക്കുകളിൽ നിന്നൊക്കെ മാറി, ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ ആകുന്നത്, നമുക്ക് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എഴുത്തുകാരും ഒക്കെ ദൂരെ എല്ലാം എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തിരുന്ന് എഴുതുന്നതും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു റൂം അവർ സെറ്റ് ചെയ്ത് ആരും
ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. സോ കാം ആൻഡ് സോളിറ്റ്യൂഡ് ഈസ് നെസസറി ഫോർ ഓൾ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർ ഇൻട്രോവേർട്ട് ആണെന്നോ ആൾക്കാരുമായിട്ട് ഇടപഴകില്ല എന്നുള്ളതല്ല. അവരുടെ ചില ആക്ടിവിറ്റീസിന് ഒരു പോസിറ്റീവ് സ്പൈക്ക് എന്നുള്ള രീതിയിലാണ് ഈ കാംനെസ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏകാന്തത എന്ന് പറയുന്നത് സംടൈംസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു പീരീഡില് അഡോളസെന്റ് പീരീഡ് അവരവരുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നു, വളരെ സ്ട്രോങ് ആണ്, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. ആ യൂത്ത് നല്ല ഇതായിട്ട് ഇരിക്കുന്ന ഒരു ഫ്ലറിഷ്ഡ് ആയി നിൽക്കുന്ന സമയം എന്താ സൊസൈറ്റിയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നു, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് പലപ്പോഴും സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും NSS ക്യാമ്പുകൾ, ഇതുപോലെ റെഡ് ക്രോസ്, അങ്ങനെ പല പല ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏജിലേക്ക് അവർ മാറിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർ പല നീഡ്സും പല സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസുമായിട്ട് അവർ അഡാപ്റ്റീവ് ആയിട്ട് മാറും. പല അവരുടെ എക്സ്പീരിയൻസസ് കൂടുന്നു, അവരുടെ ആക്ടിവിറ്റീസ് ശരിയായ രീതിയിൽ നടക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ യൂണിറ്റ് 3 കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ് സെൽഫ് കൺസ്ട്രക്ഷൻ. സോ ബിഫോർ ദാറ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആയിരുന്നു യൂണിറ്റ് 3 പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മള് പറഞ്ഞോണ്ടിരുന്നില്ലേ അതില് ആ മോണ്ടിസോറി എന്നുള്ള ഒരു ഭാഗം ഉണ്ടായി, അതൊന്ന് പറഞ്ഞുതരാമോ? നമ്മളിപ്പോ പറഞ്ഞേല് 3rd പീരീഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ മറിയ മോണ്ടിസോറി എന്നൊരു ഭാഗമുണ്ട്, അതൊന്ന് പറഞ്ഞുതരാമോ? ഇതാണോ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറയുന്നത്? അതിനൊക്കെ മേളിലാണ്, അതിനേക്കാളൊക്കെ മേളിലത്. ഇതാണോ? അതന്നെ. Maria Montessori wrote, it is in the 6 years, അത് സെക്കൻഡ് പീരീഡ്. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലെ രണ്ടാമത്തത് അല്ലെ. 0 to 6 years, 6 to 12 years ആണല്ലോ ചൈൽഡ്ഹുഡ് പറഞ്ഞത്. 6 years, the one may note the beginning of an orientation towards moral questions. അതായത് കുട്ടികൾ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. ലൈക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് വീട്ടിലെ ട്രഡീഷൻസും ബിലീഫ്, റിലീജിയസ് ബിലീഫൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കുട്ടികൾ അതെന്താ ഇങ്ങനെ, വെള്ളം എന്താ ഇങ്ങനെ ഒഴുകുന്നത്, അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഇവര് ചോദിക്കും. മോറൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇപ്പോ എന്താ പറയാ, കള്ളം പറയരുതെന്ന് നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമ്മളത് ചെയ്യുന്ന കാണുമ്പോൾ കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അച്ഛൻ ഇല്ല എന്ന് പറയാൻ പറയും. കുട്ടി ചോദിക്കും എന്തിനാണല്ലോ പറയുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഓഫ് ആക്ട്സ് അതിലേക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇത് ഇവരുടെ ഒരു സെൻസിറ്റിവിറ്റി, അതായത് ഇവര് സെൻസിറ്റീവ് പീരീഡിലാണ്. എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവര് കേൾക്കുകയും കാണുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയിപ്പിക്കുമ്പോഴേക്കും കുട്ടിക്ക് അതൊരു റോങ് മെസ്സേജ് എത്തുക. അപ്പൊ ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ആരുടെ മൊബൈൽ എടുക്കരുതെന്ന് പറയും. അച്ഛൻ അമ്മയുടെ മൊബൈൽ അമ്മ കാണാതെ എടുക്കുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛന്റെ മൊബൈൽ അച്ഛൻ കാണാതെ എടുക്കുന്നു. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കും. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കരുതെന്ന് കുട്ടിയോട് ഇവര് താക്കീത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവര് അഡൾട്ട്സ് ഇത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ജഡ്ജ്മെന്റ് ഓഫ് ആക്ട്സിന് എതിരായിട്ട് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവരുടെ ഉള്ളില് ആ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, നീതി, ന്യായം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉടലെടുക്കുക. പിന്നെ റിലേഷൻഷിപ്പ്, ഒരാളുടെ റിലേഷൻഷിപ്പ്, ലൈക്ക് അവർക്കിപ്പോ ഫാമിലിയിൽ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് മനസ്സിലാകാനായിട്ട് തുടങ്ങും. നമ്മള് ഇത് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കേസില് ഇവിടെ സ്റ്റേറ്റ്സ് ആണെന്ന് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, റിക്സന്റെ ആണോ പിയാഗറ്റിന്റെ ആണോ എന്നറിയില്ല. ഇത് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ആൺകുട്ടികൾക്ക് അമ്മയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണല്ലോ. ആ ഒരു ചെറിയ ഏജില് അവർക്ക് ആ റിലേഷൻഷിപ്പ് അവിടെ മനസ്സിലാവുന്നില്ല. ആ ഒരു ചെറിയ ഏജില്, അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് സഹിക്കാനായിട്ട് ചിലപ്പോൾ മോന് പറ്റില്ല. അതുപോലെ തന്നെ മോളാണെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് പറഞ്ഞിട്ടൊരു കോംപ്ലക്സ്, അതായത് ജസ്റ്റ് ഇഡിപ്പസ് കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ്. പെൺകുട്ടികൾ അച്ഛനോട് ഭയങ്കര അടുപ്പായിരിക്കും. അപ്പൊ അച്ഛൻ അമ്മയോട് കാണിക്കുന്ന അടുപ്പം അല്ലെങ്കിൽ അമ്മ അച്ഛനോട് കാണിക്കുന്ന അടുപ്പം സഹിക്കാൻ ഒരു ജലസ് ഫീല് ഈ രണ്ട്
ജെൻഡറിലും ഉണ്ടാകും, ആൺകുട്ടികളിലും ഉണ്ടാവും, പെൺകുട്ടികളിലും ഉണ്ടാവും. ഇപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനെ എന്താക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ അവനോട് പറയും ഇത് എന്റെ ഭാര്യ എന്ന് പറയുമ്പോ അവൻ തിരുത്തും, അല്ല ഇത് എന്റെ ഭാര്യയാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാകാനുള്ള ആ ഒരു ഏജ് അല്ല, മീൻസ് എന്റെയാണ്, എന്റേന്ന് പറഞ്ഞാലും അത് നോട്ട് അതേഴ്സ്, എന്റെ മാത്രം എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ അവർക്ക് ആ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയോട് ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ വലുതാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ദിസ് ഇസ് മൈ മദർ, ദിസ് ഇസ് മൈ ഫാദർ, പാരന്റ്സ് ആണെന്നും സിസ്റ്റർ ആണെന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാകുന്നത്. ലൈക്ക് എന്റെ ചേച്ചിയുടെ മോനും എന്റെ മോളും ഭയങ്കര കൂട്ടാ, അവര് തമ്മിൽ 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ, ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഈവൻ ദോ കസിൻസ് ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അംഗൻവാടി തുടങ്ങി ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചു വരികയായിരുന്നു. അപ്പൊ അങ്ങനെ അംഗൻവാടിയിലായിരുന്ന ഒരു ഏജില് 3 വയസ്സൊക്കെ അടുത്തായ സമയത്ത് 3 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഇവർക്ക് റിലേഷൻഷിപ്പ് അറിയില്ലല്ലോ. അപ്പൊ അന്ന് ആ മോൻ ഇങ്ങനെ പറയായിരിക്കും, മോളെ പറയുമായിരുന്നു ഞാൻ പ്രണവിയെ കല്യാണം കഴിക്കുന്നു എന്നുള്ള രീതി പറയും. പിന്നെ അവര് വലുതായപ്പോ അവർക്ക് റിലേഷൻഷിപ്പ് മനസ്സിലായി, സിസ്റ്റർ ആണെന്നും അങ്ങനെയുള്ള രീതിയിൽ മനസ്സിലായപ്പോഴേക്കും അവരത് പറഞ്ഞു ചിരിക്കുമായിരുന്നു കുട്ടികൾ. അപ്പൊ ഈ ഒരു ഏജ് 6 years എന്നൊക്കെ പറയുമ്പോൾ ഇവരില് ജഡ്ജ്മെന്റ് ഓഫ് ആക്ട്സ്, മോറൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന ഒരു ടൈമാണ്. പിന്നെ റിലേഷൻഷിപ്പ് മനസ്സിലാവുന്നു ബിറ്റ്വീൻ ആളുകൾ തമ്മിലുള്ള റിലേഷനും അവരുടെ ആക്ഷൻസ് തമ്മിലുള്ള റിലേഷൻസും. ലൈക്ക് ഒരാൾ ടീച്ചർ ആണെങ്കിൽ ടീച്ചറാണ്, സോ ദാറ്റ് ആ ഒരു കണക്ഷൻ കിട്ടുന്നു. ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, നഴ്സ്, ആ ഒരു ഇത് അവരുടെ ആക്ഷൻസിലൂടെ വാട്ട് ഇസ് ദേ, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം മനസ്സിലാവും. പിന്നെ അനദർ ഇൻട്രസ്റ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞല്ലോ സൂപ്പർ ഹീറോസ്, സ്റ്റാർസ്, അവരെയൊക്കെ ഇപ്പൊ സ്പൈഡർമാൻ അതുപോലത്തെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവരും അതുപോലെ ചാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. പിന്നെ ഹീറോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സ്റ്റാറിനെ അനുകരിക്കാനും അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ തുടങ്ങുന്ന ഒരു സമയം. മാത്രമല്ല പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഏജ് ആണ് ഈ 6 years ആ ഒരു ടൈം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോ ഈ ഒരു ടൈമില് വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് അൺറിയൽ എന്നുള്ളത് ഇവർക്കൊരു അവയർനെസ്, അത് തിരിച്ചറിയാന്നുള്ളത് അത് ഇവർക്ക് അറിയില്ല. എന്താണ് റിയൽ, എന്താണ് അൺറിയൽ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഈ ഒരു ഏജിനായിട്ടില്ല. അത് നമ്മളുടെ ഹെൽപ്പ് തന്നെ അവർക്ക് വേണം. ദാറ്റ് ഇസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളുടെ ഒരു ഹെൽപ്പ് തന്നെ വേണം. ഈവൻ ദോ നമ്മളാണെങ്കിൽ പോലും ചില മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട്, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് റിയൽ എന്ന് മനസ്സിലായാലും നമ്മളൊക്കെ അങ്ങനെ ഭയങ്കര വിഷമിച്ച് കരഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, മൂവി നമ്മളെങ്ങനെ പിടിച്ചിരുത്തി നമ്മളെ കൊണ്ട് വിഷമിപ്പിക്കുന്നത്. നമുക്ക് കുറെ നേരം എടുക്കും ഇറ്റ് ഇസ് നോട്ട് റിയൽ എന്ന് മനസ്സിലാകാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ചെറിയ ഏജ് അല്ലേ, 6 years എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് റിയൽ എന്താണ് അൺറിയൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് ഏതോ ഒരു ക്ലാസ്സിൽ പറയായിരുന്നു, ഇത് മാളികപ്പുറം സിനിമ ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് കണ്ടു, കുഞ്ഞുങ്ങാണ്ട് LKG പഠിക്കുന്നത്. അപ്പൊ അതിലിച്ചിരി ഗുണ്ടകൾ വന്ന് ഉപദ്രവിക്കുവോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ശബരിമലയ്ക്ക് പോകുന്ന വഴി ഉപദ്രവിക്കൽ, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഇവര് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞും അച്ഛനും കൂടെ നോമ്പൊക്കെ എടുത്ത് ആദ്യമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്ത് നോമ്പൊക്കെ എടുത്ത് ഇരുന്ന സമയത്താണ് ഈ മൂവി കാണുന്നത്. മൂവി കണ്ടു കഴിഞ്ഞപ്പോ കൊച്ചെന്ത് ചെയ്താലും ശബരിമലയ്ക്ക് പോകില്ല. കാരണം മൂവിയിൽ കാണുന്നത് അങ്ങനെയാണല്ലോ, പോണ വഴിക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടും തട്ടിക്കൊണ്ടുപോലോ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ. അച്ഛനെയും വിടില്ല, അച്ഛനെ ആരെങ്കിലും ഉപദ്രവിക്കും. ഇതാണ് ഈ കൊച്ചിന്റെ മനസ്സിൽ. നമ്മൾ എന്നാ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ആള് ഭയങ്കര റിലാക്സ്ഡ് ആയി എന്നാ പറയുന്നത്. നമ്മുടെ ഏതോ നമ്മുടെ ക്ലാസ്സിലെ കീർത്തനി അത് പറഞ്ഞത്. സെയിം തന്നെയാണ്. കുട്ടികൾക്ക് റിയലും അൺറിയലും തിരിച്ചറിയാൻ കീർത്തന ഇപ്പൊ ഇല്ലേ, ജോലിക്ക് പോയി തുടങ്ങിയോ? അപ്പൊ അതൊക്കെ നമുക്ക്, അതാണ് പറഞ്ഞത്, നമുക്ക് റിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നേരം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പലതും പറയുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ഈ കണ്ടന്റിലെ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാലേ നമ്മൾ വെറുതെ ഇരുന്ന് വായിക്കുമ്പോൾ, ഞാൻ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കും കൂടിയാണ് കേട്ടോ പറയുന്നത്. വെറുതെ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരക്ഷരം മനസ്സിലാവില്ല. അതേസമയം നമ്മൾ കണക്ട് ചെയ്ത് നമ്മളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കണ്ട ആളുകളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. പ്രത്യേകിച്ചും ലാംഗ്വേജ് സിമ്പിൾ അല്ല ഇതിലെ പല പോർഷനിലും. വളരെ സിമ്പിൾ ആയ കാര്യം വളരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രസന്റ് ചെയ്യുന്നവരുടെ രീതിയിലൊരു വ്യത്യാസം. പക്ഷെ ചില കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ടുമുണ്ട്, രണ്ടും പറയണമല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് വെറുതെ PDF വായിച്ച് അങ്ങനെ ആ രീതിയിൽ ഈ ഒരു മോണ്ടിസോറി മെത്തേഡിനെ കാണരുത് കേട്ടോ. നമുക്കൊരു ഡിസ്കഷനാണ് ഏറ്റവും വേണ്ടത്, ഇന്ററാക്റ്റീവ് സെഷൻ.
ട്രെയിനർ ആൻഡ് ട്രെയിനീസ് ഇങ്ങനെ ഒരു ജേർണിയിലാണ്. അപ്പൊ നമ്മളിങ്ങനെ പരസ്പരം നമ്മൾക്കുണ്ടായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഈവൻ ദോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവരുടെ അനോണിമിറ്റി വ്യക്തമാക്കാതെ, ഞാൻ പേരുകൾ പറയാതെ ഞാനിപ്പോ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചല്ലോ. സോ അങ്ങനെയും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റൊരാളുടെ കാര്യമായിട്ട് പ്രസന്റ് ചെയ്യാം. ആരും അത് ഈവൻ എന്റെ കാര്യം തന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നു എന്ന് വിചാരിക്കുക. നമ്മളുടെ ഈ ഒരു മെത്തേഡിന്റെ അനുസരിച്ച് ഇവിടെ ഒരു പ്രൈവസിയും ഒരു കോൺഫിഡൻഷ്യാലിറ്റിയും സൂക്ഷിക്കുന്നവരാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാര്. അപ്പൊ ഇവിടെ പറയണത് വേറൊരുമായിട്ട് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് തരുന്ന കാര്യമാണെങ്കിൽ വി ക്യാൻ ടെൽ. ബട്ട് അതേസമയം ഒരാളെ മനസ്സ് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നല്ല, ഒരു മനുഷ്യൻ അത് ചെയ്യാൻ പാടില്ല. ബട്ട് ഒന്നുകൂടെ പറയട്ടെ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുന്നവന് ഒട്ടും പാടില്ല. സോ ലൈക്ക് ആ ഒരു രീതിയിലാണ് ക്ലാസ്. അത് പലപ്പോഴും റെക്കോർഡ് ക്ലാസ് മാത്രം പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് മാത്രം കേൾക്കുന്നവര് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതില് ഒരു ഇത് മാത്രം വായിച്ചാൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ഫ്രണ്ട്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എനിക്ക് ആ ഒരു പോർഷൻ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് റിലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ ആവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കിട്ടും. നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കില്ലേ? മാത്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഇമാജിനേഷൻ കിട്ടില്ല. ഇപ്പോ റെക്ടാങ്കിൾ, സ്ക്വയർ, സിലിണ്ടറിനെ അടിച്ചു പരത്തി ഷീറ്റ് ആക്കുന്നു, അപ്പോൾ ഏരിയ എന്താണ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മാത്സില്. ഇവർക്ക് ഇത് മുഴുവനും ഇവരുടെ തലയിൽ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ പേപ്പർ ആക്കുന്നു, അതിനെ പരത്തി ഷീറ്റ് പോലെ ആക്കുന്നു. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. സെയിം തന്നെയാണ് ഇതിനകത്തും. നമുക്ക് ഏത് സെൻസ് യൂസ് ചെയ്താലാണ് ആ കുഞ്ഞിന് മനസ്സിലാകുന്നതെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ ലേണേഴ്സ്, നമ്മുടെ കൂടെയുള്ള ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരോടും നിങ്ങൾ ഇതേ അപ്രോച്ച് തന്നെ എങ്ങനെ അവരെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. കാരണം റെക്കോർഡിംഗ് മുഴുവൻ പലപ്പോഴും റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ കേൾക്കാറില്ല. അവർ സ്കിപ്പ് ചെയ്ത് പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ററാക്റ്റീവ് സെഷനും ഡിസ്കഷനും ചിലപ്പോൾ സംസാരിക്കുക എന്ന് വിചാരിക്കും. ബട്ട് മോണ്ടിസോറി മെത്തേഡിന്റെ ടോൺ അല്ലെങ്കിൽ വേ ഓഫ് ലേണിംഗ് അങ്ങനെയാ. പാരഗ്രാഫ് വെച്ച് അർത്ഥം പറയുന്നതല്ല അതിന്റെ രീതി. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു. സോ പ്ലീസ് ഒരു കാര്യം ചോദിക്കട്ടെ, ആ ലാസ്റ്റ് ഒരു അസൈൻമെന്റ് തന്നില്ലേ, അത് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞോ. ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ്. സാറിനോട് ഡൗട്ട് ചോദിച്ചത് ആയിരുന്നോ? അല്ല, ഞാൻ ചോദിക്കാന്ന് ഓർത്തപ്പോ ക്ലാസ്സിൽ കയറിയോണ്ട് ഞാൻ ചോദിച്ചാണ്. കാരണം എനിക്ക് അതുപോലെ ക്ലാസ്സിൽ കയറാത്തൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ജയദേവ് സാറിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് സാറിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. ഒറ്റ സെന്റൻസിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഒരു പാരഗ്രാഫ് എഴുതാം, എസ്സേ പോലെ എഴുതാം, നോ പ്രോബ്ലം. ഏതെങ്കിലും ഇൻസിഡന്റിനെ കണക്ട് ചെയ്ത് എഴുതാം. അതായത് നമ്മളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഹാപ്പിനെസിന്റെ വേ. അത് വേറൊരാൾ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഡൗൺ ആയി കരഞ്ഞ് വിളിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ അതിന്റെ മീനിങ് നമ്മൾ ഹാപ്പി ആവണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണം വേറെ ആൾക്കാരാന്നുള്ളതാണ്. അവരുടെ കയ്യിലാണ് ആ റിമോട്ട് കൺട്രോൾ. നമ്മൾ പറയില്ലേ, നമ്മളുടെ ലൈഫ് പെയിന്റ് ചെയ്യുന്ന പെയിന്റിംഗ് ബ്രഷ് നമ്മുടെ കയ്യിലാണ്, വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുതെന്നല്ലേ പറയുന്നത്. സെയിം തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോഡ്സുമായിട്ട് കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഇൻസിഡന്റ്, ഞാൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വരുന്നു, അപ്പൊ അതും ഇതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. സോ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലാണ്, മറ്റുള്ളവരുടെ കൺട്രോളിലല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്ക് എന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഡൗൺ ആയി പോകും. മറ്റുള്ള ആൾക്കാർ ആണ് എന്നെ ഇതുപോലെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ. അതാണ്. അപ്പൊ എന്താണോ നിങ്ങൾക്ക് വ്യൂസ്, അത് അതിനൊരു ശരി തെറ്റെന്നുള്ള ആൻസർ അല്ല കേട്ടോ. ഞാൻ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കി, എനിക്ക് എന്താ അതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു, എനിക്ക് മറ്റുള്ള കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് അതിനെ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. A4 എഴുതാം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതാം. ചില കുട്ടികളൊക്കെ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സേഫ് ആയിട്ടിരിക്കാൻ ബുക്ക് തന്നെയാണ്. കാരണം ഞാൻ ബുക്കിൽ എഴുതിയതെല്ലാം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പേപ്പറിൽ എഴുതിയതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൂസ് ആവും. ഞാൻ പിന്നെ ടൈറ്റ് ചെയ്ത് ഫയലാക്കി വെക്കും, വീണ്ടും അത് ലൂസ് ആവും.
ബുക്ക് നല്ലതായിട്ട് കുഴപ്പമില്ലാണ്ടിരിക്കണം. അപ്പൊ സബ്മിറ്റ് ചെയ്യണ്ടോ? ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണോ? അസൈൻമെന്റ് അല്ലേ, സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ബുക്കിൽ എഴുതിയാലും കുഴപ്പമില്ലല്ലേ? ആ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 10 ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യണ്ടെന്ന് പറയാൻ കാരണം കുറേ ഇല്ലേ, ഇത്രയും കുട്ടികളുടെ വരുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് അത് ഫൈനൽ വൈവ ടൈമിൽ അതിനെ റിലേറ്റഡ് എന്തെങ്കിലും ചോദിക്കലേ ഉള്ളൂ. നിങ്ങൾ ഡേറ്റ് എന്താണ് മാം? ഇതിപ്പോ ഈ റിമോട്ട് കൺട്രോൾ ആണോ? ആ അത് അങ്ങനെ ഡേറ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല, നിങ്ങൾ തന്നെ പറയായിരുന്നില്ലേ ബാക്കി ടീച്ചർമാരൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ്. അത് പ്രോബ്ലം ഇല്ല, അതൊക്കെ വാല്യൂ ചെയ്തോളൂ. ഒത്തിരി അങ്ങ് ഡിലേ ആവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വർക്ക് വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് യൂണിറ്റ് 4 ആണല്ലേ? ഫ്രൈഡേ അല്ലേ അടുത്ത ക്ലാസ്? നെക്സ്റ്റ് യൂണിറ്റ് 4 എടുക്കണം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഞാനിട്ടെ. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മാം എന്റെ മോക്ക് ടെസ്റ്റിന്റെ ഇത് നോക്കിയായിരുന്നോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ 11 ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായുള്ളൂ. ഞാൻ ടെക്നിക്കൽ അവർക്ക് മെസ്സേജ് ഇട്ടേക്കാട്ടോ, മെസ്സേജ് കൊടുത്തേക്കാം. 11 ക്വസ്റ്റ്യൻസ് അല്ലേ? രാഖിയൊക്കെ കേൾക്കുന്നുണ്ടാവും, രാഖിയെ റിജുവും കേൾക്കുന്നുണ്ടാവും, അവരെയാണ് അറിയിക്കുന്നത്. നിങ്ങൾക്ക് 22 അത്ര എങ്ങാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ സഹോദരയ്ക്ക് ആദ്യത്തെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അല്ലേ? യെസ് മാം. അത് ഫുള്ള് നോക്കിയായിരുന്നോ? റിഫ്രഷ് ചെയ്തോ? നോക്കി, എല്ലാം ചെയ്ത് നോക്കി. എന്റെ ഇതിന്ന് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും ശരിയായില്ല. വൈഫൈയുടെ അടിയിൽ പോയി നിന്നോക്കി. എന്റെ ആദ്യത്തെ 10-11 ഒരു ഇതിലാ വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഇതിലാ ബാക്കിയൊക്കെ വന്നേക്കുന്നത്. അതായത് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടില്ലേ? ഇപ്പൊ ക്ലാസ്സുകളാണെങ്കിൽ അശ്വതി മിസ്സിന്റെ ക്ലാസ്, ജിഷ മാമിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടില്ലേ? അതുപോലെ 2 ഭാഗമായിട്ട് എനിക്ക് വന്നേക്കുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത്. ഓക്കെ ദെൻ ബൈ. ഇപ്പൊ തന്നെ താങ്ക് യു മാം. റിജോയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. റിജോ ആണ് വോയിസ് മോക്ക് ടെസ്റ്റ് ആള്. സഹദൂന് പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. എന്താ പേര്, ഫുൾ നെയിം കൊടുത്തിരിക്കുന്നത് ഓഫീസില്? നമ്മുടെ ഇമെയിൽ ഐ ഡി ആണോ ചോദിക്കണേ? മെയിൽ ഐ ഡി മാത്രല്ല, നമ്മുടെ ഒഫീഷ്യൽ പേര് കൊടുത്തിട്ടില്ലേ? സഹദൂന നിഷാദ് എന്നാ കൊടുത്തിരുന്നത്. ഇമെയിൽ ഐ ഡിയോ? സഹദൂനാൾ കഴിഞ്ഞിട്ട് ഒരു എല്ലും കൂടി ഉണ്ട്, പിന്നെ @gmail.com. ഓക്കെ ശരി, ബൈ. ബൈ മാം.